പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏത് തരം പ്രശ്നങ്ങളും ശാരീരികമോ മാനസികമോ പഠന സംബന്ധമായതോ കുട്ടികൾ അലട്ടുന്ന പൈശാചികമായ പ്രശ്നങ്ങൾ, എന്ത് രോഗങ്ങളോ പ്രശ്നങ്ങളാണെങ്കിലും അതിനുള്ള വളരെ ഉത്തമമായ ഒരു സൂഫിവര്യനായ ഒരു പണ്ഡിതനിൽ നിന്ന് ലഭിച്ച ഒരു ഇജാസത്താണ്. ആ ഇജാസത്ത് പ്രകാരമുള്ള ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ ആ ചിട്ടയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതൊരു സഡൻ ബ്രേക്ക് പോലെ എന്ത് രോഗമാണെങ്കിലും അപ്പോൾ തന്നെ അത് നിൽക്കും, സ്റ്റോപ്പാകും. അത്രക്കും ഫലമുള്ള, ഒരുപാട് ആളുകൾ ചെയ്ത അനുഭവമുള്ള ഒരു മന്ത്രമാണ്. ഇതിൻ്റെ നിബന്ധന എന്ന് പറയുന്നത് റമദാൻ മാസത്തിലായിരിക്കണം. റമദാൻ മാസത്തിൽ തന്നെ മഗ്‌രിബിൻ്റെയും അസറിൻ്റെയും ഇടയിലായിരിക്കണം. അസർ കഴിഞ്ഞ് മഗ്‌രിബിൻ്റെ മുമ്പ് ഇത് ഓതി തീർക്കണം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്യണമെന്നില്ല. നമ്മൾ 1, 2, 3 ദിവസങ്ങളെടുത്ത് സാവധാനത്തോടു കൂടെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പൊതുവെ പറയാറുള്ളത് പോലെ, നിങ്ങൾ ഉളു എടുക്കുക. അതുപോലെ നല്ല വസ്ത്രം ധരിച്ച് നല്ല സ്ഥലത്തിരുന്ന്, ശാന്തമായ സ്ഥലം, അതിനിടയിൽ സംസാരിക്കാൻ പാടില്ല. ഇത് മന്ത്രം തുടങ്ങിയാൽ സംസാരിക്കാൻ പാടില്ല. പിന്നെ ഓതുന്ന ആളുകൾ അക്ഷരത്തെറ്റില്ലാതെ തജ്വീദുകൾ, നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സാവധാനത്തോടുകൂടെ നല്ല മനക്കരുത്തോടുകൂടെ ഓതുന്ന ആളായിരിക്കണം. അങ്ങനെ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആയാത്തുൽ ഹിർസ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ഇനി ആവശ്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. ആയാത്തുൽ ഹിർസ് ഏതാണെന്ന്, ആ ആയത്തുകൾ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ അത് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറാണ്, അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആയാത്തുൽ ഹിർസിൻ്റെ PDF ഞാൻ അയച്ചു തരും. ആ ആയാത്തുൽ ഹിർസുകൾ എന്ന് പറഞ്ഞ് കുറച്ച് ആയത്തുകളുണ്ട്. അതാണ് നിങ്ങൾ മന്ത്രിക്കേണ്ടത്. നിങ്ങൾ ശുദ്ധമായ നല്ല നാടൻ തേന്, ശുദ്ധമായ തേന് വാങ്ങുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ആ തേനിലേക്കാണ് മന്ത്രിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ തേൻ നിങ്ങളെ വലത് ഭാഗത്ത് വെച്ച് കുറച്ച് ഉയർന്ന സ്ഥലത്ത് എന്തെങ്കിലും അതിന് ആ തേന് വെച്ച് അതിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ആയാത്തുൽ ഹിർസ് 1 വട്ടമോ 2 വട്ടമോ 3 വട്ടമൊക്കെ മന്ത്രിക്കുക. അത് ഒറ്റ ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, 1, 2 ദിവസങ്ങളെടുത്ത് നിങ്ങൾക്ക്. പക്ഷേ നിബന്ധന റമദാനിലായിരിക്കണം, അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിട്ടകളൊക്കെ പാലിച്ചു. ഇതാണ് ആയാത്തുൽ ഹിർസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങളും തെറ്റില്ലാതെ വളരെ സാവധാനത്തോടു കൂടെ മന്ത്രിക്കേണ്ടത് ഇതാണ്. ആദ്യം അഊദു ചൊല്ലി ബിസ്മി ചൊല്ലിയതിൻ്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലി അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അത് ഹുമുൽ മുഫ്ലിഹൂൻ വരെ. അത് കഴിഞ്ഞാൽ വഇലാഹുക്കും ഇലാഹും വാഹിദ്, അതും ഹുവർ റഹ്മാനുർ റഹീം വരെ. അത് കഴിഞ്ഞാൽ ആയത്തുൽ കുർസി, അത് മുഴുവനായിട്ടും ഓതുക. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യനർ റുശ്ദു മിനൽ ഗയ്, സൂറത്തുൽ ബഖറയിലെ ആയത്ത്. അതുപോലെ അല്ലാഹു വലിയുല്ലദീന ആയത്ത് ഓതുക. അത് കഴിഞ്ഞാൽ പിന്നെ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അത് മുഴുവനായിട്ടും അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ ഓതുക. അത് കഴിഞ്ഞാൽ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, അതും പൂർത്തീകരിച്ച് ഓതുക. അതിൻ്റെ അവസാനം വരെ അലൽ ഖൗമിൽ കാഫിരീൻ വരെ. സൂറത്ത് തൗബയിൽപ്പെട്ട പിന്നെ ആയാത്തുകളാണിത്, ഓതുക. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ അറാഫിലെ ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത്. അതുപോലെ ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ആയത്ത്, അത് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ വരെ. ആ സൂറത്തുൽ അറാഫിലെ ആ ആയത്ത് അവിടെ വരെ ഓതുക. സൂറത്തു തൗബയിലെ ലഖദ് ജാഅക്കും, അവിടെ എന്ത് ചെയ്യണ്ട, ബിസ്മി വേണ്ട, അഊദു ചൊല്ലിയിട്ട് അത് അവസാനം വരെ വഹുവ റബ്ബുൽ അർശിൽ അദീം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇസ്റായിലെ ഖുൽ ഉദ്ഉല്ലാഹ അവിദ്ഉർ റഹ്മാൻ, അത് കബ്ബിർഹു തക്ബീറ വരെ. അത് കഴിഞ്ഞാൽ സൂറത്തു സ്വാഫാത്തിലെ 11 ആയത്തുകൾ തുടക്കം മുതൽ വസ്സാഫാത്തി സഫൻ ഫസ്സാജിറാത്തി സജ്റ, അത് ഓതുക, 11 ആയത്തുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുർ റഹ്മാനിലെ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി, ആ സൂറത്ത്, അത് ഫലാ തൻതസിറാൻ അവിടെ വരെ ഓതുക. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ഹദീദ്, അതിൽ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി
തുടങ്ങി 6 ആയത്തുകൾ. അത് കഴിഞ്ഞ സൂറത്തുൽ ഹശ്റിലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് ആയത്ത് പൂർത്തീകരിച്ചു ഓതുക അവസാനം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ജിന്ന് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി എന്ന് തുടങ്ങുന്ന ആയത്ത്. അത് പിന്നെ അലല്ലാഹി ശതത അവിടെ വരെ ഓതുക. അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഫലഖ് ഒരു പ്രാവശ്യം, സൂറത്തുൽ നാസ് ഒരു പ്രാവശ്യം. ഇതാണ് ആയാത്തുൽ ഹിർസ്. ഇത് വൃത്തിയോടുകൂടെ അതിൻ്റെ ചിട്ടയോടുകൂടെ മന്ത്രിക്കാം. ആയാത്തുൽ ഹിർസ് മന്ത്രിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയായി. 1, 2, 3 പ്രാവശ്യം നിങ്ങൾക്ക് അത് മന്ത്രിക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ മന്ത്രിക്കേണ്ടത് സൂറത്തു യാസീൻ. സൂറത്ത് യാസീൻ സാധാരണ യാസീൻ എന്ന് തുടങ്ങി അവസാനം പിക്കുക എന്നുള്ള രൂപത്തിലല്ല, ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള ഇജാസത്താണ് ഉള്ളത്. അഊദു ബിസ്മിക ചൊല്ലി യാസീൻ വൽ ഖുർആനിൽ ഹകീം 7 തവണ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ, ആ ആയത്ത് 7 തവണ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ഈ ആയത്തും 7 തവണ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, ഈ ആയത്ത് 818 818 പ്രാവശ്യമാണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം നിങ്ങൾ ആ സ്ഥലം എത്തുമ്പോൾ ഓതണം. അത് കഴിഞ്ഞാൽ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അതുവരെ ബല വേണ്ട, മിസ്ലഹും വരെ അത് 7 വട്ടം ആവർത്തിക്കുക. പിന്നെ ബല വഹുൽ ഫല പൂർത്തീകരിക്കുക, യാസീൻ പൂർത്തീകരിക്കുക. ഇതിൽ ഈ യാസീൻ ഓതുമ്പോൾ നമ്മൾ ഈ തേനിലേക്ക് ഊതേണ്ട സ്ഥലം ഒന്ന് യാസീൻ പൂർത്തിയായ സമയത്ത് മൊത്തം ഓതിത്തീരുമ്പോഴാണ് ഊതേണ്ടത്. മറ്റൊന്ന് നമ്മൾ മുബീൻ, 7 സ്ഥലങ്ങളിൽ മുബീൻ ഉണ്ട്, ആ മുബീൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ തേനിൽ നിങ്ങൾ ഊതുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം 818 പ്രാവശ്യം ഉണ്ടല്ലോ, ഓരോ 100ലും തേനിലേക്ക് ഊതുക. അതുപോലെ അവസാനത്തെ 18ലും ഊതുക. ഇങ്ങനെയാണ് യാസീൻ മന്ത്രിക്കേണ്ടതും അതിൽ ഊതേണ്ടതും. ഇങ്ങനെയാണ് തെറ്റില്ലാതെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സാവധാനത്തോടുകൂടെ ഓതുക. സമയമെടുത്താലും പ്രശ്നമില്ല. ഇനി അടുത്ത ഒരു മന്ത്രം കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ മന്ത്രം പൂർത്തിയായി. ഖസീദത്തുൽ ബുർദ, അതിന്റെ പേര് തന്നെ ബുർദ, രോഗശമനം എന്നാണ്. അപ്പൊ അത് നിങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഒരാളുകൾക്കും അത് പാരായണം ചെയ്യാൻ അറിയാം. ഇത് പ്രത്യേക രീതിയിലാണ്. ബുർദ ആണെങ്കിലും ഉളു വേണം, ചെവിലൊക്കെ മുന്നിടണം, സംസാരിക്കാൻ പാടില്ല, വൃത്തിയുള്ള സ്ഥലമായിരിക്കണം, തെറ്റില്ലാതെ ഓതണം. പിന്നെ ഇതിന്റെ നിബന്ധന എന്ന് പറയുന്നത് ഓരോ ബൈത്ത് കഴിഞ്ഞാലും ജവാബ് ചൊല്ലണം. നമ്മൾ സാധാരണ പാടുന്ന പോലെ ഒരു ഫസ്ൽ കഴിഞ്ഞാൽ ജവാബ് ചൊല്ലിയാൽ പോരാ. ഓരോ ബൈത്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അമിൻ തദക്കുരിജി റാനിൻ ബിദി സലമി മസജിത ദമഅൻ ജറ മിൻ മുഖലത്തിൻ ബിദമി, ഇത് കഴിഞ്ഞാൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ബൈത്ത് അംഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാദിമത്തിൻ, അത് കഴിഞ്ഞാൽ മൗലായ. അങ്ങനെ ഓരോ ബൈത്തിനും ജവാബായി മൗലായ ചൊല്ലണം. അതാണ് ഞാൻ പറഞ്ഞ സമയമെടുത്ത് മുദ്രിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ബുർദയിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഊതേണ്ടത് ബുർദയുടെ ആ ബൈത്ത് അവസാനിക്കുമ്പോൾ 2 മീമ് ഉള്ള ആ വാക്കുകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് അക്രമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി, അമമി സ്വമമി റിമമി, ഇങ്ങനത്തെ 2 മീമുകൾ കൊണ്ട് അവസാനിക്കുന്ന ബൈത്തുകളുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോൾ 3 വട്ടം ആവർത്തിക്കുക. ബൈത്ത് 3 വട്ടം ആവർത്തിക്കുക. പക്ഷെ 3 വട്ടം ആവർത്തിക്കുമ്പോഴും എന്താണ് ജവാബ് ആവർത്തിക്കണം. അപ്പോൾ ആദ്യം ഉദാഹരണത്തിന് അക്രമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി, അവിടെ ഒന്നുകൂടി തേനിലേക്ക് ഊത, ജവാബ് ചെല്ല, വീണ്ടും അത് ചൊല്ല, തേനിലേക്ക് ഊത, ജവാബ് ചെല്ല, വീണ്ടും അത് ചൊല്ല, തേനിലേക്ക് ഊത, ജവാബ് ചെല്ല. അങ്ങനെ ബുർദയിലെ മീം 2 മീം കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉള്ളത് അവിടെ എന്ത് ചെയ്യാം, 3 വട്ടം അത് ആവർത്തിക്കുക, ജവാബ് ചെല്ലുക, തേനിലേക്ക് ഊതുക. ഇതാണ് ബുർദ മന്ത്രിക്കേണ്ടത്. ഇതോടുകൂടെ മന്ത്രം കഴിഞ്ഞു. ഈ തേന് നമുക്ക് കുട്ടികൾക്ക് എന്ത് ആവശ്യത്തിന് കൊടുക്കുക, അത് അപ്പോൾ തന്നെ നിൽക്കുമെന്നുള്ളതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇതിലറിയുന്ന വിവരമുള്ള ആളുകളാണ് നിങ്ങൾ തന്നെ മന്ത്രിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അറിയുന്ന ഉസ്താദുമാരെ കൊണ്ട് മടിയില്ലാത്ത തെറ്റില്ലാതെ ഓതുന്ന ആളുകളെ ഏൽപ്പിച്ച് അങ്ങനെയും ചെയ്യാവുന്നത്. വലിയ ഫലമാണ്. വലിയ ഫലം എന്ന് പറഞ്ഞാൽ വലിയ ഫലം. നിങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്യുക. നമ്മുടെ ചാനലിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കിടപ്പുണ്ട്, നോക്കാം, പഠിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ
ആയാത്തുൽ ഹിറസ് ആവശ്യമുള്ള ആളുകൾ കമൻറ്റിലൂടെയോ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്.